എക്കോ എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ക്രൂ നമുക്കൊപ്പം ഉണ്ട്. വിനീതുണ്ട്, ദിനിജിത്ത്, നരേൻ, സന്ദീപ്. ഹായ് ഓൾ. ഹലോ. സന്ദീപ് സന്ദീപാണ് ശരിക്കും ഈ ഭാരം ഏറ്റെടുക്കേണ്ട മനുഷ്യൻ. അതുകൊണ്ട് സന്ദീപ് നമുക്ക് തുടങ്ങാം. സന്ദീപ്, എക്കോ എന്താണ് പറ. എക്കോ ഒരു മിസ്റ്ററി കിരീട് ഡ്രാമ ജോണിൽ വരുന്ന ഒരു സിനിമയാണ്. ഇതില് ദിൻജിത്തേട്ടനും ബാഹുലേട്ടനും കൂടി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അവരിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു നറേറ്റീവ് ആണ് എക്കോയിലൂടെ പറഞ്ഞു പോകുന്നത്. ആണ് എന്റെ സിനിമയുടെ എക്സ്പെക്ടേഷൻ കൂടുതലാണ്. അതെ, തീർച്ചയായിട്ടും. അത് കിഷ്കിന്ധാകണ്ഠം പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചെയ്ത സിനിമ അവരുടെ ടീമിന്റെ ഒരു സിനിമ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്കും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. അത് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സിനിമ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പുറത്തുനിന്ന് ടീസർ കണ്ടപ്പോൾ തന്നെ ഞാൻ ദിനിജിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, മ്യൂസിക് ഒക്കെ നമ്മളെന്താണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ വന്നിട്ടുണ്ടെന്ന് പറയില്ലേ. അത് ആ ക്രിയേറ്റേഴ്സിന്റെ ഒരു ക്രാഫ്റ്റ് ആണത്, അങ്ങനെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാന്ന് പറയുന്നത്. അപ്പം എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഓൾറെഡി തന്നെ സന്ദീപിന്റെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ പടക്കളവും കൂടെ ഹിറ്റായ സ്ഥിതിക്ക് സന്ദീപിനും അങ്ങനെയുള്ള കുറച്ച് പേര് യങ്സ്റ്റേഴ്സ് ഈ പടത്തെ ലിഫ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇത് അങ്ങനെ എന്താ പറയാ, എല്ലാ രീതിയിലും എല്ലാ ഓഡിയൻസിനും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഇതൊരു കൊമേഴ്ഷ്യൽ എന്താ പറയാ, ഈ പറയുന്ന സോക്കോൾ കൊമേഴ്ഷ്യൽ, ഈ പറയുന്ന അടിച്ചുപൊളി സിനിമയല്ല. ഡെഫിനറ്റ്ലി ഇതിനൊരു ഒരു ഒരു ഇന്റലക്ച്വൽ കൊമേഴ്ഷ്യൽ സ്പേസിലാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ എല്ലാ ഓഡിയൻസിനും ഈസിലി മനസ്സിലാവുന്ന രീതിയിൽ ആണ് നമ്മളിതിനെ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എക്കോ. അടിപൊളി. സന്ദീപിനെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണല്ലേ സംവിധായകൻ. പക്ഷെ സ്പോയിലേഴ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വർത്താനം പറയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സിനിമയും കൂടെയാണ്. അപ്പം സത്യത്തിൽ ഇതിന്റെ ഒരു മേക്കിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാട്ടിൽ നിങ്ങൾ എത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടേക്ക് എത്തിപ്പെടുക, ഇവർ കണ്ടുപിടിക്കുന്ന ലൊക്കേഷനിൽ ആർട്ടിസ്റ്റിനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റ് മനസ്സമാധാനത്തോടുകൂടി അവിടെ വർക്ക് ചെയ്യണം. എങ്ങനെയായിരുന്നു? ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ നടന്നില്ലല്ലോ, ജീപ്പിൽ തന്നെ പോവാം. ബിക്കോസ് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. പിന്നെ ജീപ്പ് പോകുമ്പോഴാണ് മനസ്സിലാവാൻ. എനിക്ക് ആദ്യം ഞാൻ എന്തിനാണ് ജീപ്പ് ഇവിടെയല്ല, ഞാൻ പോയിക്കൊള്ളാം എന്നൊക്കെ. പിന്നെ അതിനുള്ളിൽ കയറി കഴിയുമ്പോഴാണ് എന്റെ നടക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ സ്ഥലമാണ്. അല്ല അങ്ങനെ ക്രൂ വാസ് വെരി വെരി സപ്പോർട്ടീവ് ആൻഡ് ജോക്സ് അപ്പാർട്ട്, ഇതിന്റെ സേഫ്റ്റി ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ജസ്റ്റ് ദി ആക്ടേഴ്സ്, ദ ടെക്നീഷ്യൻസ്, ദ ഹോൾ ക്രൂ. ഇവരെല്ലാം ഒരു വല്ലാത്ത ടെറൈനും ഒരു ക്ലിഫിന്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ടൊക്കെയാണ് അവർ ലൈറ്റൊക്കെ പിടിക്കുന്നത്. സോ അത് എവ്രിബഡി വാസ് കൺസേൺഡ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ആക്ടേഴ്സ്. വി വർ കൺസേൺഡ് അബൌട്ട് ആർട്ട് അസിസ്റ്റൻസ്. ഇപ്പോൾ ചില സ്ഥലങ്ങൾ ബിക്കോസ് ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്രേക്ഷകർക്ക് അറിയില്ല. ഈ ഡയറക്ടർ അല്ല അവിടെ അതാത് ഫീൽഡിലാണ്. ആ മറ്റേ മരത്തിന്റെ ആ ഭാഗം എന്ന് പറയുമ്പം അത് എന്ത് മരമാണ്, അത് എവിടെ, അതെങ്ങനെയാണ് ഇവര് ചാടിക്കയറി പോവുക. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ആക്ച്വലി. ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ഇസ്. അത് ഇന്ന് വരെ മനുഷ്യന്മാര് കാൽസ്പർശം നടത്താത്ത സ്ഥലമാണ്. അവിടെ എന്തൊക്കെ ജീവികളുണ്ടോ, അവിടെ ഇനി ഗർത്തങ്ങളുണ്ടോ, ഇതൊന്നും അറിയില്ല. ഇവര് ബ്ലൈൻഡായിട്ട് പോകും. അത് എപ്പോഴും ഇവരെ വിളിച്ച് കോഷ്യസ് ആകാൻ പറയുമായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഈവൻ ഐ യൂസ് ടു ഡു ദാറ്റ്. അയ്യോ ബിക്കോസ് അല്ല, പക്ഷെ എന്താ വെച്ചാൽ അത് ആ ഇൻവോൾവ്മെന്റ് ആണ്. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ ഈ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു ശക്തിയാണ്. ഒരു സുപ്രീം പവർ ദാറ്റ്സ് ഗൈഡിങ് അസ്. പക്ഷെ വെൻ യു കം ടു റിയാലിറ്റി, ആ കെയർ എല്ലാവരുടെ അടുത്തും ഉണ്ട്. അത് ആക്ടേഴ്സിനും ഉണ്ട്, ചീഫ് ടെക്നീഷ്യൻസിനായാലും ജൂനിയർ ടെക്നീഷ്യൻസിനായാലും. അവരോടും ഇപ്പം വെള്ളത്തിലൊക്കെ ഏത് സമയവും ചാടി ഭയങ്കര തണുപ്പും അതും ഇതും. ഇപ്പം പല സ്ഥലങ്ങളിൽ ബോട്ട് പിടിക്കാൻ, അങ്ങനെ പല സീക്വൻസസ് ഉണ്ട് അതിൽ. അതിലൊക്കെ ഇവര് ഒരു തരത്തിലുള്ള ഒരു ഫസ്സോ ഇതും ഇല്ലാതെ എന്നിട്ട് അല്ലേ നനഞ്ഞ ടീഷർട്ട് ഇട്ടിട്ട് ആ മഴയത്ത് ത്രൂ ഔട്ട്. ഞാൻ പോയി പറയും, ഞാൻ കോസ്റ്റ്യൂമിൽ പോയി പറയും, നിങ്ങൾ ഒരു ടീഷർട്ട് കൊണ്ട്, ബിക്കോസ് ഇത് ഒന്നാമത് ആക്സസ് എല്ലാം ഭയങ്കര ദൂരെയാണ്. അവരവരെ കോസ്റ്റ്യൂം മാൻ അങ്ങ് അവിടെയുള്ളത് അവിടുന്ന് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടുന്ന് ഫോൺ സിഗ്നലും ഇല്ല. എന്നിട്ട് അവരാ നനഞ്ഞു നിട്ടിട്ടിരിക്കും. സോ അങ്ങനെയൊക്കെ ഭയങ്കര. അത് പക്ഷെ വെള്ളത്തിന്റെ മീൻസ് അവർ നമ്മള് കുറച്ച് സീക്വൻസ് ഉണ്ട് തോണിയിലുള്ളത്. അപ്പൊ ഈ തോണി ഇങ്ങനെ ഒഴുകിപ്പോവല്ലോ. അപ്പൊ ഇവര് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ക്യാമറയിൽ നമ്മള് വിഷ്വലി ഇതിനെ മാസ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും.
അത് എത്ര സമയം അത് ഞങ്ങള് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇവര് ഈ അനന്ത് സാധനത്തിൽ വെള്ളത്തിൽ യു കൻ സീ ദം ഷിവറിംഗ് ലൈക്ക് ദാറ്റ്. അറിയാം, ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരേ കടലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അന്ന് എന്തുകൊണ്ടാണ് ജയനെ ഒഴിവാക്കിയെന്നുള്ളൊരു ചോദ്യം മീര ജാസ്മിൻ ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നരേൻ പറഞ്ഞത് ശ്യാം സാറിനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയി ശ്യാം സാറിനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു വെബ് സീരീസ് ആയിരുന്നെങ്കിൽ ജയന്റെ ജീവിതം കുറെ കൂടെ നമുക്ക് വിപുലമായി കാണിക്കാമായിരുന്നു. അപ്പൊ ഒഴിവാക്കിയാലൊരു സങ്കടം ഉണ്ടേ സാറിന് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഇല്ല ഉത്തരം പറഞ്ഞില്ല. പറഞ്ഞു ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും ഇപ്പോ അതിലെ നാഥനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി സംസാരിച്ചെങ്കിലും നരേന്റെ കാര്യത്തില് വെബ് സീരീസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ വ്യാഖ്യാനിക്കണം അർത്ഥം എന്താണ് എടുക്കേണ്ടത്. അതെ അതെ അതെ, ജയന്റെ കുറച്ചുകൂടെ കഥ പറയാമായിരുന്നു. അപ്പൊ അതിന്റെ സാധ്യത നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ശ്യാം സാറിന്റെ അടുത്ത് വിനീതിന്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അരികയില് നമ്മുടെ ആ ഒറ്റ സീനിന്റെ കൊറിയോഗ്രാഫി ഉണ്ടല്ലോ, മമതയായിട്ടുള്ള ആ കൊറിയോഗ്രാഫി സാറിന്റെ മാനറിസം ആണോ അനുകരിച്ചത്, വിനീത് അനുകരിച്ചതെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. പറഞ്ഞു എന്റെ മാനറിസം ആണോ വിനീത് അത് അനുകരിച്ചതെന്ന് അറിയില്ല, പക്ഷെ നന്നായിട്ട് വിനീത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഒരു കൊറിയോഗ്രാഫി ഇല്ലേ, അത് ഭയങ്കര അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ തന്നെയായിരുന്നു. ആൻഡ് മാനറിസംസ് മാത്രമല്ല, ശ്യാം ചേട്ടന്റെ ഒരു യു വർക്ക് വിത്ത് ഹിം, ലൈക്ക് അദ്ദേഹത്തിന്റെ ഒരു he has an incredible ഒരു way of handling actors by just telling you what it is. അദ്ദേഹം he's a fantastic performer. He's from School of Drama training കൊണ്ട് അഭിനയിച്ച് അങ്ങനെ കാണിച്ചു തരൂല. അദ്ദേഹം he'll explain to you. എന്നോട് ആദ്യത്തെ ഡയലോഗ്, ബിക്കോസ് അതിലൊരു കുറച്ചൊരു എക്സെൻട്രിക് ഫെലോവാ എൻ്റെ ക്യാരക്ടർ രഞ്ജിത്ത് ഇതില് അരികയില്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പം ശ്യാം ചേട്ടനോട് പറഞ്ഞത് വിനീത് ഒരു അണ്ടർലൈങ് സ്വീറ്റ്നെസ് ഉണ്ട്, അത് തന്നെ എടുത്ത് ദൂരെ കളയുന്നു. ഇത് ജസ്റ്റ് ബാങ്ക്ഡ് ഓൺ ടു മീ, ലൈക്ക് സീ യു നോ സർട്ടൻ തിങ്സ് വെൻ ഒരു ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പം അപ്പൊ അതങ്ങോട്ട് ദൂരെ എടുത്ത് അങ്ങോട്ട് ചുറ്റിട്ട് പ്ലസ് എന്ന് വിചാരിക്കുന്ന കാര്യം അങ്ങനെ അതെടുത്ത് കളയാം. അതായിരുന്നു ശ്യാം ചേട്ടൻ. പിന്നെ എല്ലാം ഡയലോഗ് മോഡുലേഷനും എല്ലാം ഇറ്റ് വാസ് എ ടഫ് സീക്വൻസ് ആക്ച്വലി. അദ്ദേഹം ഭയങ്കര രസത്തിൽ മോൾഡ് ചെയ്തിരുന്നത്. ആൻഡ് പെർഫോം ചെയ്ത് കാണിച്ചില്ലെങ്കിലും അതിന്റെ ദറ്റ് ഗ്രാഫ്, അത് എങ്ങനെയാണ് ആ പ്രോസസ് ഓഫ് ഗോയിങ്, ബിക്കോസ് ഇവൻ ഈ ഫിസിക്കലി കൈൻഡ് ഓഫ് അതിന്റെ ഇടയ്ക്ക് സ്മോക്കിംഗ് ഉണ്ട്, ഇതിന്റെ കൂടെ ഡയലോഗ്, ഓൾ ദാറ്റ് വാസ് ദാറ്റ്. സോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ആ ഗ്രാഫ് പറഞ്ഞു തരും. പിന്നെ അങ്ങനെ അങ്ങ് ചെയ്തു. അതങ്ങനെയാണ് അസാധ്യമായിട്ടോ. താങ്ക് യു. അത് ഞാൻ എപ്പോഴും പറയും, ശ്യാം സാറിനെ അല്ലാതെ പേഴ്സണലി ഞാൻ സംസാരിച്ചൊരു സാധനമാണ് അതിന്റെ ഒരു കൊറിയോഗ്രാഫിയെ കുറിച്ച്. അത് സിംഗ് സൗണ്ട് ആയിരുന്നു. അതെ അതെ, നന്നായിട്ട് വന്നിട്ടുണ്ട്.